ഹായ്. ഹായ് പറഞ്ഞു. എവിടെ പോണ്? എവിടെ പോവേണ്? എല്ലാരും എവിടെ പോണ്ടേ? എവിടെ പോണ്ട? എവിടെ പോണ ആദ്യകൂട്ടാൻ? എവിടെ പോവാണ്? എവിടെ പോണ്? വടവൂരാണല്ലേ? അതാണ് ചിറ്റന്റെ സ്കൂള്. അതാണ് ചിറ്റന്റെ സ്കൂള്. ചിറ്റന്റെ സ്കൂള് കഴിഞ്ഞു. ഹോട്ടലാണ് നോക്കിയിട്ട് ചിറ്റന്റെ സ്കൂളെന്ന് പറഞ്ഞു. സ്ട്രൈറ്റ് പോകുമ്പം ആ വ്യൂ കാണാൻ പറ്റും അതിന്റെ മലയുടെ മണ്ടയില്. പക്ഷെ ആ സൺറൈസ് സമയത്ത് രാവിലെ അതിന്റെ ഏറ്റവും പീക്ക് നല്ല വിസിബിൾ ആയിട്ട്, മഞ്ഞൊന്നും ഇല്ലെങ്കിൽ നല്ല വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് അതിന്റെ ഏറ്റവും പീക്ക്. പക്ഷെ ഇത്ര നമ്മളെ അടുത്ത് ഇത്ര ഒരു സ്ഥലം ഉണ്ടായിട്ട് പോലും നമ്മൾ കാണാൻ പോകുന്നവർ ഇവിടെ ഉള്ളവർ കുറവാണ്. നമ്മുടെ നാട്ടിലുള്ളവർ പോകുന്നത് കുറവാണ്. പക്ഷെ വരുന്നതെല്ലാം പുറത്തുള്ള ആൾക്കാരാണ്. അപ്പൊ ഇത് വന്നിട്ട് തന്നെ എത്രയോ ഇതായല്ലേ. പക്ഷെ നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോഴാണ്. വിദേശികളായാലും കാണാൻ പറയുന്ന സൈറ്റിൽ ഒരെണ്ണം അതാണ്. മറ്റേ ഇത് കിഴക്കനല്ല അല്ലേ? ഈ റോഡിന്റെ ഈ സൈഡ് തിരുവനന്തപുരം, ഈ സൈഡ് കൊല്ലമാണ്. നമ്മളിപ്പം കൊല്ലത്തൂടെയാണ് പോണതാ. ഇതിന്റെ വലത് ഭാഗം തിരുവനന്തപുരത്തുള്ളതാണ്. ഇത് കൊല്ലം. ഇത് കൊല്ലം റൂട്ടല്ലേ? പക്ഷെ നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അത് ശരി അല്ലേ? എവിടെയാണ് പോകുന്നതെന്നുള്ളത് ഇതുവരെ പറയാത്ത യാത്രയാണ്. ശരിയാണ്, ഇതുവരെ പറഞ്ഞില്ല. ഒരു വീഡിയോ അല്ല, റോഡും കാര്യങ്ങളും കണ്ടുപോട്ടെ. നമ്മളെത്തിയിട്ട് പറയും. നമ്മളെത്തിയിട്ട് പറയും. വീഡിയോ ഫുള്ള് കാണും അല്ലേ? വീഡിയോ ഫുള്ള് കാണുമ്പോഴത്തേക്ക് എവിടെയാണ് മനസ്സിലാവും. ഇത് നമ്മൾ പാരിപ്പള്ളി കിഴക്കനാല റൂട്ട് കേറിയിട്ടുണ്ട്. നല്ല റോഡ്, അടിപൊളി റോഡുകളാണ് അല്ലേ? ഇപ്പോഴാണെന്ന് തോന്നുന്നല്ലേ ശരിയാക്കിയത്? 4 വർഷമല്ലേ? ഈ പാലം പൊളിഞ്ഞു കിടക്കുകയായിരുന്നു. ഈ പാലം ചെറിയ തോടോ കുളമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ റോഡുകളും ഇതേപോലെ ആയിരുന്നെങ്കിൽ എത്ര സുന്ദരം അല്ലേ? ഇത് കുറച്ചേ ഉള്ളൂ, അവിടെ എത്തുന്നതേ ഉള്ളൂ അല്ലേ? അങ്ങോട്ട് നല്ല റോഡല്ലേ? പിന്നെ ഇടയ്ക്ക് ഇത്തിരി കുഴപ്പം വന്നാലും ആവന്തി എന്തൊക്കെയോ പറയുന്നുണ്ട്. ആവന്തി റിവ്യൂ പറയാണ്, പക്ഷേ ആർക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. ആവന്തിയും അവള് പാട്ട് പാടുന്നുണ്ട്, റിവ്യൂ ഒക്കെ പറയാണ്, പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. മുറുക്ക് ചവയ്ക്കാതെ വിഴുങ്ങുകയും ചെയ്തു. നമ്മള് തന്നെ എത്ര ഇതാണെന്നാണ്. ഇപ്പോഴാണ് നമ്മൾ തന്നെ പോകുന്നത്. എത്ര കാലം ഇത് വന്നിട്ട് പോലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം, ടൂറിസ്റ്റ് സ്ഥലങ്ങളെല്ലാം നമ്മള് വീഡിയോയിൽ എത്തിക്കുന്നതായിരിക്കും അല്ലേ? നമ്മുടെ അടുത്ത സ്ഥലങ്ങൾ എന്നുള്ള ഒരു ഇത് നമ്മള് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. എല്ലാ സ്ഥലങ്ങളും അല്ലെ, എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളും നമുക്ക് അറിയണം നമ്മുടെ നാട്ടിലുള്ള. AC ഇപ്പൊ AC കഴിച്ചിട്ട് അതിനകത്ത് കാറ്റ് വരുന്നു. കാറ്റ് വരുമ്പോ കൊച്ചു കളിക്കുന്ന എന്തോ വേറെന്തോ കളിക്കുന്ന സാധനമാണ്. ആദ്യകുട്ടന്റെ ഫോട്ടോ എടുക്കും. ചാനലിലെ മെയിൻ താരങ്ങളാണ്. ആദ്യകുട്ടന് ഒന്ന് അവന്തിക ഇവിടെ വണ്ടിക്കകത്ത് കേറാൻ നോക്കുന്നു. എന്തൊക്കെ പരിപാടികൾ വണ്ടിക്കകത്ത്, അതിന്റെ വണ്ടേ കേറാൻ നോക്കിയാണ്. കാരക്കെടുത്ത് പൊക്കുന്നുണ്ട്. കാരക്കെടുത്ത് പൊക്കി കേറാൻ പോവുകയാണ്. നമ്മൾ എവിടെയാണ് പോകുന്നതെന്നുള്ളതിന് ഇപ്പോഴും അവർക്കൊരു ഏകദേശ രൂപം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും.
പുകമറാണ് കാണുന്നില്ലേ അങ്ങ്. പോകുന്നത് അതുകൊണ്ട് കാണുന്നുണ്ട്. സൂം ചെയ്യുമ്പോഴത്തേക്ക് പക്ഷെ ഇത് കുറയായിരിക്കും അല്ലേ, ക്ലാരിറ്റി കുറയും. അല്ല അതാണെന്നറിയാം. ഇവള് ഇൻഡിക്കേറ്റർ എടുക്കും, ഞെക്കാൻ പറ്റുന്നില്ല, ഞെക്കുന്നുണ്ട് ഇവിടെ. ചടയമംഗലം താഴെ കൂടെ താഴെ കൂടെ പോണതാണ്. ചടയമംഗലം കാണിച്ചു. നവീകരിക്കൽ. ചടയമംഗലത്ത് അല്ല, ചടയമംഗലം ഈ റൂട്ടിലൊക്കെ ഉള്ളവർക്ക് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വിദേശത്തൊക്കെ ഇരുന്നോ. ജാനകി ഇത് പോണു, ജാനകി പോണു, ആളുണ്ട്. ജാനകി ജഡായെന്ന് വരെയാണെന്ന് തോന്നുന്നു. ജാനകി അങ്ങോട്ട് പോണു, ജാനകി അങ്ങോട്ട് പോണു, അവന്തിക അങ്ങോട്ട് അല്ലേ. അവളെ ജാനകി പോണ്, ജാനകി ചേച്ചി, ജാനകി ചേച്ചി പോയാണ്ടാ ഇവിടെയൊക്കെ നോക്കുന്നു വെച്ച്. ക്യാമറ പിടിക്കുന്ന ആളിനെയും കൊച്ചിനെയും കാണുന്നില്ല അല്ലേ. കാണാൻ പറ്റുന്നത് നിങ്ങളെ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയതല്ലോ. ഫ്രണ്ട് ക്യാമറ. പക്ഷെ ഒരു കാര്യമുണ്ട്, ജാനകിക്ക് നമ്മളെ വണ്ടി കണ്ടാ അറിഞ്ഞൂടാ. അത് ശരിയാണ്, ഇതേവരെ കണ്ടിട്ടില്ല. അവര് ഈ വ്ലോഗ് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ജാനകി വണ്ടിയുടെ ഓണർ മിസ്റ്റർ അഖിലേഷ് നായർ വണ്ടി കണ്ടിട്ടില്ല, നമ്മള് കണ്ടിട്ടുണ്ട്. വീഡിയോ കാണുമ്പോഴത്തേക്ക് മെൻഷൻ ചെയ്തു, വേറെ ആരും കണ്ടിട്ടില്ല. എന്തായാലും വീഡിയോയുടെ വ്ലോഗ് കാറിന്റെ വ്ലോഗ് വരുന്നതായിരിക്കും. കാറിന്റെ വ്ലോഗ് വന്നിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത് അല്ലേ. നമ്മള് ഈ വണ്ടിയിൽ ഇരുന്നുകൊണ്ടുള്ള വ്ലോഗ്, ഈ വണ്ടി ആരത്, വണ്ടി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയില്, അല്ല കാറിന്റെ വീഡിയോ ആദ്യം ഇടും. കാറിന്റെ വലിയ ആദ്യം, അത് കഴിഞ്ഞിട്ടേ ഇതിടുള്ളൂ. മടവൂര് ഇറക്കട്ടാ. ഇവിടെ ചോദിച്ചു വരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചു എവിടെ, മടവൂരെന്ന്. ഞാൻ വരുന്നില്ല. നമ്മള് ചാനല് ക്ലിക്കായി നല്ല ഇതൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്താണ്, നമുക്ക് ഫുൾ ഇന്ത്യ ട്രിപ്പ് അടിക്കല്ലേ. ഈ വണ്ടി നല്ല സ്മൂത്ത് കിട്ടും. പുതിയ വണ്ടി ഇരിക്കുമ്പോഴും അറിയുന്നു ഒരു കുടിക്കൊന്നുമില്ല. അതായത് വണ്ടി അധികം ഓടിയിട്ടില്ലല്ലോ, അത് കിലോമീറ്റർ കുറവാണ്. അതിന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. ക്യാമറമാന്റെ കയ്യിൽ എപ്പോഴും ക്യാമറ ആയിരിക്കണം, പക്ഷെ എന്റെ കയ്യിൽ കൊച്ചായി പോയി. പച്ചപ്പിന്റെ ഇടയിൽ കൂടെ തന്നെ ക്യാമറയില് കാണുന്നതിനെക്കാട്ടി നേരിട്ട് കാണാൻ കുറച്ചുകൂടെ ഭംഗി. നേരിട്ട് ഈ വഴി പോകുന്നവർക്ക് പോയിട്ടുള്ളവർക്കും ഒക്കെ അറിയാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മള് വേറെ ദൂര സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ലാത്തത് കൊണ്ടും നമുക്ക് ഇത് വലിയ കാര്യമായിട്ടും തോന്നും. ദൂര സ്ഥലങ്ങളിൽ പോയാലും നമ്മുടെ നാട്ടിന്റെ അവരിത് ഈ
സ്ഥലങ്ങളിലൂടെയൊക്കെ നമ്മള് കുറെ വണ്ടി കയറിക്കിടന്നാണ്. അവിടെ അല്ല ഓരോ വണ്ടികള് കടക്കല് അവിടെ ഇവിടെ അന്വേഷിച്ചതാണല്ലേ. വണ്ടി അന്വേഷിച്ച് പോയിട്ടുണ്ട്. ഇഷ്ടംപോലെ കാറ് തിരക്കി എടുത്തിട്ടുണ്ട്. ഓ ഇത് എനിക്ക് വളവ് കഴിഞ്ഞ പോലെയുണ്ട്. ചെറിയ വണ്ടി. അതിന്റെ അകത്തൊരു വണ്ടി കൊണ്ടുണ്ട്. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടോ? ഒരാള് ഫ്രണ്ടിലൊരാള് ബേക്ക് കാഴ്ചകൾ കാണുന്നുണ്ട്. രണ്ടു മിനിറ്റ് നിൽക്കും. ബേക്കിലത്തെ കാഴ്ചകൾ കാണുന്നു. മോനെ അവിടെ നിൽക്കുക. ചിക്കൻ കമ്പനി വണ്ടി കിടക്കുന്നല്ലേ. പോണ എന്റെ ചെരുപ്പൊക്കെ ഊരിയിടുന്നു. നമ്മുടെ ചെരുപ്പ് ഇവിടെ കിടക്കുന്നു. അവൻ എന്റെ ചെരുപ്പ് എടുത്ത് ഊരുന്നു. എന്റെ അടിയിൽ വല്ലതും ഉണ്ടോ ചേട്ടാ? നിന്റെ എങ്ങനെ പെണ്ണെന്തൊക്കെ ഇട്ട് കുത്തുന്നു. നമ്മളെങ്ങനെ ട്രാവൽ വ്ലോഗ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതിന്റേതായ കുറവുകളുണ്ടാവും അല്ലേ? ഇതൊക്കെ വഴിയെ നമ്മൾ പരിഹരിക്കുന്നതായിരിക്കും. ഇതൊരു തുടക്കമായിരിക്കട്ടെ അല്ലേ? ഇനി ഒരുപാട് ട്രാവൽ വ്ലോഗുകൾ ഇതുപോലെ ചെയ്യാൻ കണിക്കൊന്നകൾ പൂത്ത് നീക്കുന്നു. മാങ്ങ വയ്ക്കുന്നുണ്ട്. കാണുന്നുണ്ട് മുകളില്. വാഴത്തോട്ടങ്ങളുണ്ട്. വാഴയുണ്ട്, റബ്ബർ. പുളി പുളി പുളിയാണ് പുളി മരം. അടിപൊളിയാണ്. കമ്പുകള് സൈഡില് ഇതോടെ കാഴ്ചകൾ. ആകാശക്കോട്ട റബ്ബറിന്റെ ഏരിയ റബ്ബറൊക്കെ സാധാരണ എല്ലാരും ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. റബ്ബറൊക്കെ ചിലവർ ഒഴിവാക്കുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പുറകിൽ ഒരാൾ വ്ലോഗ് ചെയ്യുന്നു. പുറകിൽ ആവന്തി വ്ലോഗ് ചെയ്യുന്നു. ബേക്കിന്ന് കാറ് വരുന്നതിനടുത്താണ് പറയുന്നത്. ബേക്കിന്ന് വണ്ടി വരുന്നതിനോട് പറയുന്നത്. അയ്യപ്പനല്ല മക്കളെ, ഏതാ ഒരു കേശവൻ. ഇതുകൊണ്ട് അതിന്റെ മണ്ടേ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതിപ്പോ എവിടെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ഇടാൻ ഇവിടെ
ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ബാക്കി വീഡിയോസൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാം. ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു ഇവിടെയൊക്കെ വരണമെന്ന്, പക്ഷെ നമുക്കിതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ എന്തായാലും നമ്മൾ അവിടുത്തെ വീഡിയോസൊക്കെ കാണാം, അവിടുത്തെ സ്ഥലങ്ങളും എല്ലാം. എവിടെ പോണ നമ്മളെങ്ങനെ യാത്ര പോവേണ്? അല്ല എവിടെ പോണ അങ്ങനെ നമ്മളിതാ മുകളിലോട്ട് കയറുന്നു. എവിടെയാ പോണത്? സെക്യൂരിറ്റി ചെക്ക്, സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം നമ്മൾ അകത്തോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ ഇരിക്കും. പ്ലാസ്റ്റിക് ബോഡി ഫുഡ് ഐറ്റംസ് കൊണ്ടുപോകണം. ഞാൻ എന്തെങ്കിലും ഓപ്പൺ ചെയ്ത് കിടക്കും.